ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്, വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുറച്ചായി കേക്കൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു പൂതിക്ക് വേണ്ടിയിട്ട്, കേക്ക് തിന്നാനുള്ള ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. വളരെ സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ടേസ്റ്റുള്ള ഒരു അടിക്കിടില കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കേക്കിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 4 മുട്ട വെച്ചിട്ടുള്ള കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ടുള്ള മുട്ടയായിരിക്കണം, തണുപ്പൊക്കെ മാറിയ മുട്ടയായിരിക്കണം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 4 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്തത്. എന്നിട്ട് നമുക്ക് ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കപ്പ് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. മുട്ടയും പഞ്ചസാരയും ഈ ഒരു രീതിയിൽ ഇതുപോലെ പതഞ്ഞ് കിട്ടണം, എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരുപാടങ്ങ് ബീറ്റ് ചെയ്തത് ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അരിച്ച് വെക്കണം. അപ്പം ഞാനിതാ 250 ml കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ അരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർത്തത്. എന്നിട്ട് ഈ ഒരു മൈദയുടെ മിക്സ് മുട്ടയുടെ ഈ ഒരു കൂട്ടിലേക്ക് സാവധാനം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തത്. ഇതിലൊഴിച്ചിട്ട് ഞാനിപ്പം ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റൗ ടോപ്പിലും നമുക്ക് ഈ ഒരു കേക്ക് വലിയൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇതാ ബേക്കായി കിട്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ 3 ലെയറായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേക്കൊക്കെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 1 പീസ് കേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കിതാ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ക്രീം എല്ലായിടത്തും ഒരേ രീതിയിൽ നമുക്ക് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പീസ് കേക്ക് വെക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. വീണ്ടും ക്രീം ആക്കുക. അങ്ങനെ 3 ലെയർ ചെയ്തിട്ട് നമുക്ക് 3ാമത്തെ ലെയറിലും ഷുഗർ സിറപ്പാക്കി മൊത്തത്തിലൊന്ന് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തതാണ് ഈ കേക്ക്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടാണ് വീണ്ടും ക്രീമാക്കി കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് ഇതുപോലെ ക്രം കോട്ട് ചെയ്ത് വെക്കലായിരിക്കും നല്ലത്. ഞാനിതാ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണിത്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ക്രീം എല്ലായിടത്തും നല്ല രീതിയിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഒരുപാട് സമയമൊന്നും ഞാൻ എടുത്തിട്ടില്ല, നീറ്റാക്കി എടുത്തിട്ടില്ല. നമുക്കിതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഇത് നീറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നീറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി വൈറ്റ് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തത്. അത് ഇതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ എല്ലായിടത്തും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കേക്ക് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇതാ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഞാനിത് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ 2-3 ചെറിയൊക്കെ വെച്ചാൽ ഒന്നും കൂടി നമുക്ക് അടിപൊളിയാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിൽ ചെയ്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള, പെട്ടെന്ന് ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി തണുപ്പിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അധികമാക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലോണം അറിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത, താങ്ക് യു. അങ്ങനെയല്ലടാ, ഇടയ്ക്ക് റെഡി ചെയ്ത് തരാം.